നമസ്കാരം. ശബരിമല യുവതി പ്രവേശന കാലത്ത് സന്നിധാനത്തരങ്ങേറിയത് ഭരണകൂടം നേരിട്ട് നിയന്ത്രിച്ച വൻ ഗൂഢാലോചനയെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്ത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായിരുന്ന A. പത്മകുമാർ എഴുതുന്ന ആത്മകഥയിലാണ് പാർട്ടിയെയും പിണറായി വിജയനെയും പ്രതിക്കൂട്ടിലാക്കുന്ന സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളുള്ളതെന്നാണ് വിവരം. നവോത്ഥാന നായകനാകാൻ ശ്രമിച്ചൊടുവിൽ ജനകീയ കോടതിയിൽ പരാജയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് കനത്ത തിരിച്ചടിയാകുന്നതാണ് ആത്മകഥയിലെ അധ്യായങ്ങൾ. നിലവിൽ CPM അംഗത്വം പുതുക്കാതെ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന സഖാവായതിനാൽ പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടിയെന്ന ആയുധം പ്രയോഗിക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് CPM നേതൃത്വം. 2019 ജനുവരി 1 മകരവിളക്ക് തീർത്ഥാടന കാലത്ത് പോലീസ് സംരക്ഷണയിൽ ബിന്ദു അമ്മിണിയും കനകദുർഗയും സന്നിധാനത്ത് പ്രവേശിച്ച കൃത്യമായ ആ ദിവസങ്ങളിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെയും ശബരിമലയിലെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന IG S. ശ്രീജിത്തിനെയും ബോധപൂർവം മാറ്റി നിർത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തന്റെ വീട്ടിലെ യുവതികൾ ആരും ശബരിമല ദർശനത്തിന് പോകില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പത്മകുമാറിനെയും കടുത്ത അയ്യപ്പ ഭക്തനായ IG ശ്രീജിത്തിനെയും സന്നിധാനത്ത് നിർത്തിയാൽ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഭരണതലത്തിലെ ഉന്നതർ ഇവരെ ആസൂത്രിതമായി അവിടെ നിന്നും മാറ്റിയത്. 2019 ജനുവരി 1 ഉച്ചയ്ക്ക് ശേഷം പത്മകുമാർ സന്നിധാനത്തേക്ക് സ്വാമി അയ്യപ്പൻ റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് ഭരണ നേതൃത്വത്തിലുള്ള ഓഫീസിലെ ഒരു ഉന്നതൻ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നത്. യാത്ര പകുതി ദൂരം പിന്നിട്ടപ്പോഴായിരുന്നു ആ ദുരൂഹ ഫോൺ വിളി എത്തിയത്. സന്നിധാനത്തേക്ക് പോകുന്നത് നിർത്തി അടിയന്തരമായി തിരുവനന്തപുരത്തെത്തി പാർട്ടിയിലും ഭരണത്തിലും ഒരേപോലെ സ്വാധീനമുള്ള പ്രധാനപ്പെട്ട ഒരാളെ കാണണമെന്നായിരുന്നു നിർദ്ദേശം. ഇതനുസരിച്ച് യാത്ര നിർത്തിവെച്ച് പത്മകുമാർ രാത്രി 1 മണിയോടെ തിരുവനന്തപുരത്ത് ആ ഉന്നത നേതാവിന്റെ വീട്ടുപടിക്കൽ എത്തിയെങ്കിലും ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല. സുരക്ഷാ ജീവനക്കാർ അദ്ദേഹത്തെ തടയുകയായിരുന്നു. ചെല്ലാൻ നിർദ്ദേശിച്ചയാളെ ഫോണിൽ വിളിച്ചെങ്കിലും എടുത്തതുമില്ല. പിറ്റേന്ന് രാവിലെ 5:30 നേതാവ് നടക്കാനിറങ്ങുമ്പോൾ കാണാമെന്നായിരുന്നു പോലീസ് അറിയിച്ചത്. തുടർന്ന് രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് TV വെച്ച് നോക്കിയ പത്മകുമാർ കാണുന്നത് ബിന്ദു അമ്മിണിയും കനകദുർഗയും സന്നിധാനത്ത് ദർശനം നടത്തിയെന്ന വാർത്തയാണ്. തള്ളിവിട്ടതിന് പിന്നിലെ ഗൂഢാലോചന ബോധ്യപ്പെട്ട പത്മകുമാർ ഉടനടി ഉന്നത നേതാവിനെ കണ്ട് തന്നോട് ഈ ചതി വേണ്ടായിരുന്നുവെന്ന് മുഖത്തു നോക്കി പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി രാജിവെക്കാനുള്ള കത്തുമായി നാട്ടിലെ ഒരു അടുപ്പക്കാരനെ കണ്ടെങ്കിലും അദ്ദേഹം സമ്മതിക്കാത്തതുകൊണ്ടാണ് അന്ന് രാജി ഒഴിവാക്കിയത്. വിശ്വാസിയായ IG ശ്രീജിത്തിനെയും ഇതേ ദിവസം പോലീസ് ആസ്ഥാനത്തേക്ക് അടിയന്തരമായി വിളിപ്പിച്ച് മാറ്റി നിർത്തുകയായിരുന്നു. പത്മകുമാറിന്റെ ആത്മകഥ വെളിച്ചം കാണുന്നതോടെ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും പാർട്ടിയും നേരിട്ട് നടത്തിയ തിരക്കഥയാണ് പൊളിയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPMന്റെ തകർച്ചയ്ക്ക് കാരണമായ ശബരിമല വിഷയം വീണ്ടും സജീവ ചർച്ചയാകുന്നത് പാർട്ടിയെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നിലവിൽ CPMുമായി അകന്ന് പാർട്ടി അംഗത്വം പോലും പുതുക്കാതെ നിൽക്കുന്ന പത്മകുമാറിനെ രാഷ്ട്രീയമായി നേരിടാൻ CPMന് കഴിയില്ല. പാർട്ടി ക്ലാസുകളിലും സമ്മേളനങ്ങളിലും നവോത്ഥാനത്തെക്കുറിച്ച് പ്രസംഗിച്ച നേതാക്കളുടെ ഇരട്ടത്താപ്പും വിശ്വാസികളെ ചതിച്ച രീതിയും പത്മകുമാറിന്റെ വരികളിലൂടെ പുറത്തുവരുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു കൊടുങ്കാറ്റായി മാറുമെന്ന് ഉറപ്പാണ്.